അവളുടെ സമയം മോശമാണെന്ന് മാത്യു സാറ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലായിരുന്നു KMK. ഒരു ചെറിയ കാര്യം മതി തളരാൻ. ഒന്നുമില്ലടോ. നമ്മൾ പറഞ്ഞാലൊന്നും ഏക്കില്ല. പറയേണ്ടവര് തന്നെ പറയണം. ഞാൻ പോയി ഇവന്റെ ഡോക്ടറെ അപ്പച്ചെ വിളിച്ചോണ്ട് വരാം. അവര് പറയട്ടെ. താൻ എന്താ ആലോചിക്കുന്നേ? എന്റെ ദൈവം എന്തോ നീ കാണിച്ചത്? ഇപ്പൊ വിവരമാണ് തന്നെ. നല്ല വണ്ടി ആയതുകൊണ്ട് പിടുത്തം കിട്ടി. കണ്ണ് കണ്ടോ? ഞാൻ ചാടിയൊന്നുമല്ല. ഈ ചണ്ടാളന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് തള്ളിയാണ്. സാർ മുതലാളിയെ കാണാൻ വന്നാണ്. ആണെങ്കിൽ ഞാൻ കൂടെ കയറിക്കോട്ടെ? എന്തിന് സാർ? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ മുതലാളിയെ കാണാൻ വന്നിരിക്കുകയാണ്. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് എനിക്ക് മുതലാളിയെ കണ്ടേ പറ്റൂ. കണ്ടാ മതിയോ? ഓ, എന്നാ കണ്ടോ. മുതലാളി കാർ എടുക്കണോ? മുതലാളി ഞാൻ കഴിഞ്ഞ 4 മുതലാളി കാര്യം പറഞ്ഞു. ഞാൻ പോകണം. എല്ലാം പറഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ. കേൾക്കാത്ത നിങ്ങൾ പൊട്ടനായതുകൊണ്ട് ഷർട്ട് ചെയ്തോടെ. മാത്രം ആരാണോ അത്? വരാമ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്നെ ഒന്ന് കണ്ടാ മുതലാളി വരാൻ പറയുമെന്ന്. അതിന് ഉമ്മരെ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? 4 ദിവസമായി മുതലാളി ഈ കാലമാടന്മാരായിട്ട് ഒന്നും തള്ളും തുടങ്ങിയിട്ട്. താൻ ഏതാ? എന്നെ മനസ്സിലായില്ലേ? വയലിൻ ഗോപാലകൃഷ്ണന്റെ മകൻ വേണു, കമ്പനിയിലെ പാക്കിംഗ് സെക്ഷനിലെ വേണുഗോപാൽജി. മുതലാളിയല്ലേ എനിക്ക് ജോലി എന്ന്. മുതലാളി വരുമ്പോഴൊക്കെ ഞാൻ തൊഴും. മുതലാളി എന്നെ തിരിച്ചും തൊഴാറുണ്ട്. മറന്നുപോയാ? തനിക്ക് എന്താ വേണ്ടത്? മുതലാളി 4 ദിവസമായിട്ട് ഞാൻ സസ്പെൻഷനിലാണ്. ഫാക്ടറിക്കാരനൊക്കെ ഫാക്ടറിയില് അതൊക്കെ ഫോർമാനും GM-ആയിട്ട് സംസാരിച്ച് തീർക്കും. ഫോർമാനുമായിട്ട് സംസാരിച്ച് തീർത്തപ്പോഴാണ് ഞാൻ സസ്പെൻഷനിലായത്. അതെ, ഈ വയലിൻ എന്തിനാ തോളിട്ടു നടക്കുന്നേ? വായിക്കൂ. ഇല്ല, ചുമ്മാ ഒരു ജാടക്ക് ഇങ്ങനെ തൂക്കിയിട്ടോ നടക്കണം. എന്റെ മോളെ വയലിൻ വായിച്ചാണ് ഞാൻ ഈ ഗതിയായത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. അങ്ങനെ എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ആനന്ദകരമാക്കിയപ്പോ ഞാൻ സസ്പെൻഷനിലുമായി. എന്റെ വയലിന്റെ കമ്പികളൊക്കെ പൊട്ടിച്ചളഞ്ഞു മുതലാളി. ഈ വയലിൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അച്ഛൻ വയലിൻ ഗോപാലകൃഷ്ണനാണ്. എന്റെ മുത്തച്ഛൻ കേദാരം കുട്ടപ്പൻ നായരാണ്. അങ്ങനെ പോയാൽ സാക്ഷാൽ മുത്തുസ്വാമി ദീക്ഷിതർ വരെ ഈ വയലിലാണ്. അങ്ങനെയുള്ള ഈ വയലിലാണ് ആ ക്ലാപ്പൻ ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തത്. എന്ത് ഫോർമാൻ? ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു പറയായിരുന്നു. എന്തിന്? അവന് കൃമിയുടെ അസുഖം. കൊടുത്തടി, നല്ല സ്റ്റൈലടി. അതിനെ എന്നെ സസ്പെൻഡ് ചെയ്ത്. എല്ലാ സത്യങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മുതലാളി ഇത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ അവന്റെ പേര് നടപടി എടുക്കണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, താൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാ സാർ, ഈ വയലിനൊന്ന് വായിച്ചേ. എന്തോന്നെടുത്തിട്ട് വായിക്കാൻ? ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? കമ്പിയില്ലാതെ ഇതിലിട്ട് ഒരച്ച ശബ്ദം വരൂല. ഓ, കമ്പിയും വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. മോള് പറയുന്ന പോലെ ഒക്കെ ഞാൻ വായിച്ചുതരാം. ഡാഡിയോട് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യൂ. ഞാൻ പോട്ടെ. കമ്പി മാറ്റിയിട്ട് നാളെ വരാം. ഇത് ഡാഡിയുടെ കൊടുക്കണേ. ഈ പാച്ചുവിനടുത്തും ഗോവാലിനടുത്തും എന്നെ ഒന്ന് കയറ്റി വിടാൻ പറയണം. ഞാൻ കേട്ടില്ല. നാളെ ഞാൻ വരുമ്പോ എന്നെ വിട്ടിട്ട് ഒതുക്കാൻ ശ്രമിക്കരുത്. വലിയ സൈസ് ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കും. ചേച്ചി, ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തില്ല ചേച്ചി. ഇതൊരു വല്ലാത്ത അസുഖമാണ്. ലോകത്ത് കിട്ടാവുന്ന എല്ലാ ചികിത്സകളും അവൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കഴിഞ്ഞു. എല്ലാം മാറിയെന്നാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ മാറരുത്. ചേട്ടൻ പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ മോക്ക് ഇങ്ങനെ ഒരു രോഗം വരത്തക്ക വണ്ണം ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ. ചെയ്ത പാപത്തിന്റെ കണക്ക് നോക്കിയാണ് ദൈവം ഓരോന്നും തരുന്നത്. കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് എന്റെ ചേട്ടൻ അങ്ങ് തിരിച്ചു വിളിച്ചില്ലേ? വിധവയാക്കിയില്ലേ എന്നെ? എന്ത് പാവം ചെയ്തിട്ടാ? ഇതൊക്കെ ഫേറ്റാണ്. ഏതായാലും 4-5 കൊല്ലത്തേക്ക് നമ്മുടെ മോക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. എത്രയും അധികം സന്തോഷം അവൾക്ക് കൊടുക്കാമോ അത്രയും സന്തോഷം കൊടുക്ക. ഇതൊന്നും അവൾ അറിയരുത്. ചേച്ചിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു ഞാൻ. ആശ്വസിപ്പിക്കേണ്ടത് നിന്റെ കടമ, അനുഭവിക്കേണ്ടത് എന്റെ അവളുടെ വിധി. എപ്പ എത്തിയെന്നോ? ഞാൻ കാലത്ത് പറഞ്ഞിരുന്നില്ലേ വരുമെന്ന്. അപ്പൊ അച്ഛനും മോളും കൂടെ കറങ്ങാൻ പോയി.
മോളെയും കാത്ത് അപ്പച്ചി കുന്തങ്ങനെ ഇരിക്കുകയായിരുന്നു. അയ്യോ കുണ്ടൊന്നുമല്ല, എന്റെ ചക്കരപ്പച്ചിയല്ലോ, മോള് ചുമ്മാ പറഞ്ഞതല്ലോ. The great Freddy uncle has arrived. At everybody's disposal. 3 നേരം ചാപ്പാട്. പിന്നെ പിന്നെ കള്ളും. ഇന്നു മുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ പുളുവൻ സദസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ സദസ്സിലേക്ക് ദ ഗ്രേറ്റ് കല്യാണി മേനോനെയും മകൻ രഞ്ജിത്ത് മേനോനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛാ അച്ഛാ ചമ്മിപ്പിക്കല്ലേ, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്ക്. ഈ സ്പെഷ്യൽ ദോശ ആർക്കാ മുത്തശ്ശി? ഇത് വേണുവിന്റെ പതിവ് ദോശയാ. ആഹാ, ഞാൻ വിചാരിച്ച് വിൽക്കാനായിരിക്കും. പോടാ. കേട്ടോ ഉണ്ണി, 8ാം വയസ്സിൽ കീർത്തനം വായിക്കുമായിരുന്നു ഗോപാലകൃഷ്ണൻ. ആ പിന്നെ 12ാം വയസ്സിലാ ആദ്യത്തെ സഭാ കച്ചേരി. നല്ല എരി അല്ലേ? പഞ്ചാര ഉണ്ടോ മീനു? പഞ്ചാരക്കൊക്കെ ഇപ്പൊ വില കൂടുതലാ. ആ ശരിയാ, കിലോക്ക് 15 രൂപ കൊടുത്താ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ മേടിക്കുന്നത്. നീ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വേണുവിനും കൂടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്നേ. എന്റെ ജോലി തന്നെ ആടി ആടി നിൽക്കുക വേണുവിന്റെ അമ്മ. പിന്നെയാ അതെ വന്നല്ലോ ദീർഘായുസ്. മുതലാളിയെ കണ്ടോടാ? കണ്ടോന്നോ? എന്നെ കണ്ട ഉടനെ കൈ പിടിച്ച് കുലിക്കിട്ടുള്ള ഒറ്റ ചോദ്യമാണ്, എത്ര നാളാണ് കണ്ടിട്ടത്? ജോലിയുടെ കാര്യം എന്താ പറഞ്ഞു? ജോലിയുടെ കാര്യമോ? കേട്ടോ ഉണ്ണി, അകത്ത് വിളിച്ചിരുത്തിയുള്ള ജിലേബി അലുവ ലഡു ഒക്കെ തീറ്റിക്കുമ്പോഴാണോ ജോലിയുടെ കാര്യം? അതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഓർഡർ ഇട്ടിങ്ങോട്ട് അയക്കും. സഹോദരിമാരെ, നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ജോലിയും പ്രൊമോഷനൊക്കെ കിട്ടിക്കോട്ടെ, ഓരോ കേസ് കെട്ടുകളായിട്ട് ഒതുക്കി മാറ്റിത്തരാം. എത്ര ദോശ നിന്നടേ നീ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. എനിക്കൊന്നുമില്ലേ? മുതലാളിയുടെ ലഡു അലുവയും ബോളിയൊക്കെ ചെലുത്തിയതല്ലേ, ഇനി നീ ചെലുത്തണ്ട. എന്നാ നീ ഇന്ന് എന്നെ കാക്കൈ ചെറുകനിലെ വായിച്ചു കേൾപ്പിക്കണം. ഇന്നോ? അയ്യോ, കമ്പിയൊക്കെ പൊട്ടിക്കിടക്കാണ് മുത്തശ്ശി, എന്റെയും വയലിന്റെ. എനിക്ക് ആകപ്പാടുള്ള ഒരു ഫാനാണ് മിസ്സസ് കേദാരൻ കുട്ടപ്പൻ നായർ. അറിയാം, ദോശക്കല്ല് കണ്ടുപിടിച്ച അമ്മൂമ്മയല്ലേ? പെൺകുട്ടി നിന്നെ ഇവിടെ കണ്ടുപോയില്ലെന്ന് പറയട്ടില്ലേ? പഞ്ചാംഗത്തെ പാകാതെ. മിസ്റ്റർ കുട്ടി, എങ്ങനെയുണ്ട് ഞാൻ വരച്ച? അയ്യേ, ഒരു വൃത്തിയായിട്ട ശബ്ദം. നിനക്ക് നിക്കലിന്റെ അസുഖമുണ്ടോ? എടാ, കാലത്ത് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്ത് വെച്ച് ഞെക്കുന്ന പോലെ പെയിന്റിന്റെ ട്യൂബ് എടുത്ത് വെച്ച് ഞെക്കി കൊത്തമ്മേശയുടെ കത്തിയിൽ തേച്ച് അമുക്കി അമുക്കി പിടിപ്പിച്ചിട്ട് ഡിക്ഷണറി നോക്കി വായിക്കൊള്ളാത്തൊരു പേരിടും, ഡിങ്കോളിഫിക്കേഷൻ സിംഗ്രണി. ഇതിന്റെ താഴെ ഒന്നും എഴുതി വെക്കണ്ട, ഇത് കണ്ടറിയാൻ ചെമ്പരത്തിപ്പൂവാണെന്ന്. ഇന്ന് വരെ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടുള്ള സായിപ്പ് മദാമ്മ വരെ പറയും, ഓ ചെമ്പരത്തിപ്പൂ, ഓ ചെമ്പരത്തിപ്പൂ. ഓ ചെമ്പരത്തിപ്പൂവല്ല, ഒരേ ചെമ്പരത്തിപ്പൂ. വർഷങ്ങൾ എത്രയായി നീ ഇതേ ചെമ്പരത്തിപ്പൂവിൽ തൂങ്ങിക്കിടക്കുന്നു. അതേസമയം ഞാനോ അങ്ങ് വളർന്നു വലുതായി ആകാശം മുട്ടി. നിന്റെ ഒരു ഊശാൻ താടി, നാടന്ന ജുബയും കൂറ സഞ്ചിയും അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. അസൽ പിച്ചക്കാരന്റെ ലുക്കുണ്ട്. എന്റെ സ്മൈലിയാണ്, എനിക്ക് പോണം, തീവണ്ടിക്ക് സമയമായി. എടാ ഉസലം പറ്റി കുറച്ചും കൂടി ഇരിയട കുട്ടി, ഇത് പെയിന്റ് അടിച്ച് ഇപ്പ വരാം. എടാ പെയിന്ററെ, കുറച്ച് പെയിന്റ് എടുത്തും കൊണ്ട് വാ. ആരാടാ നിന്റെ പെയിന്റർ? പാരട്ടാക്രി. എന്താ സ്മൈലി ഈ ചുള്ളിക്കമ്പമായിട്ട്? ചുള്ളിക്കൊമ്പോ? ഇതാണ് സോൾ ഓഫ് കേരള. ഇത് കാപ്പിയുടെ വേറല്ലേ? അതെ, കാപ്പി കേരളത്തിന്റെ സോളല്ലേ കൂട്ടാ. ഇത് സോൾ ഓഫ് കേരള. സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. ഇത് പെയിന്റിൽ മുക്കിയെടുത്ത സായിപ്പന്മാരും മദാമ്മമാരും ഇത് വാങ്ങിയിട്ട് അമേരിക്കയിലും ലണ്ടനിലും ആഫ്രിക്കയിലുള്ള അവരുടെ വീടുകളിൽ കൊണ്ടേ വെക്കും. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? അല്ല, നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചോ? വേണു, നീ ഒരു കലാകാരനാ, വലിച്ചെറിയൂ നിന്റെ ജോലി. കലാകാരന്മാർ കൂലിപ്പണിക്കാരാവരുത്. കാടൻ മുതലാളിമാർക്ക് അവന്റെ വില അറിയില്ല. അവന്റെ ലോകം അവൻ കണ്ടെത്തണം. അവിടെ സസ്പെൻഷൻ ഇല്ല, ഡിസ്മിസൽ ഇല്ല. സ്വന്തമായിട്ട് വേരുകളില്ലാത്ത ഇവൻ എന്തും പറയും. എന്റെ പൊന്നുകുട്ട, ജോലി കളയരുത്. ആരുടെ കാല് പിടിച്ചെങ്കിലും നീ തിരിച്ചു കയറണം. ഞാൻ സരോയെ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മോനെ, നിനക്ക് അതിനുള്ള മനസ്സുണ്ടാവുന്ന കരുതിയ ഞാനിത് പറഞ്ഞത്. നമ്മുടെ കുട്ടിയല്ലേ അവള്, നിന്റെ മുറപ്പെണ്ണല്ലേ. 5 കൊല്ലമെങ്കിൽ 5 കൊല്ലം അവള് സന്തോഷമായിട്ടിരിക്കണം. അത് കണ്ട് ചേട്ടനും ചേച്ചിക്കും അല്പം സമാധാനം കിട്ടണം. നമ്മുടെ കടമയാണെന്ന് എനിക്ക് തോന്നി. അമ്മേ, ഈ കടമ കടപ്പാടെന്നൊക്കെ പറയുന്നത് അവനവന്റെ ദേഹത്ത് തട്ടാതെ വല്ലവന്റെയും തലയ്ക്ക് വെച്ച് ഒഴിയാനുള്ള വാക്കുകളാ. മോനെ, അറിഞ്ഞുകൊണ്ട് ആരും ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, നോ, ഐ കനോട്ട് സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ഇഡിയോട്ടിക് സെന്റിമെന്റ്സ്. കടമയുടെയും കടപ്പാടിന്റെയും പേര് പറഞ്ഞ് എന്റെ ജീവിതം ഇല്ലാതാക്കാൻ എന്നെ കിട്ടില്ല. സോറി.